എൻ്റെ അമ്മയുടെ അനുജത്തിമാർ 3 പേര് സിസ്റ്റേഴ്സുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ ആൻറ്റിമാരെ വീട്ടിൽ വരുന്ന ദിവസം വലിയൊരു ആഘോഷമാണ്. അന്നൊക്കെ അരി ഇടിച്ചു പൊടിച്ചാണ് അപ്പമൊക്കെ ഉണ്ടാക്കുക. എൻ്റെ അമ്മ അരി ഇടിച്ചു പൊടിക്കുമ്പോൾ തെള്ളാനായിട്ട് ഞങ്ങളെ വിളിക്കുമായിരുന്നു. എന്നാൽ ആൻറ്റിമാർക്ക് കൊടുക്കാനുള്ള അപ്പം ഉണ്ടാക്കുന്ന ദിവസം അവിടെ ഒരു ബാരിക്കേഡ് പോലെ കുറച്ച് മടക്കല കൊണ്ടുവന്ന് വെക്കും. അപ്പനെ കൊണ്ട് മാത്രമേ ആ അരി തെള്ളിക്കത്തുള്ളൂ. കാരണം ആൻറ്റിമാർക്ക് കൊടുക്കാനുള്ളത്, സിസ്റ്റേഴ്സിന് കൊടുക്കാനുള്ളത് ദൈവത്തിന് കൊടുക്കുന്നത് പോലെ അത്ര മാധുര്യത്തോടു കൂടെയാണ് കൊടുത്തിരുന്നത്. മാത്രമല്ല അവർക്ക് ആഹാരം കൊണ്ടുവച്ച് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, എൻ്റെ അപ്പൻ്റെ നല്ല തേച്ച് വെച്ചിരിക്കുന്ന ഡബിള് അങ്ങനെ വിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ ആൻറ്റിമാർക്ക് കൊടുക്കാനുള്ള ഭക്ഷണമൊക്കെ എൻ്റെ അമ്മ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. എനിക്ക് അപ്പോഴും ദേഷ്യം വന്നു. ഈ ചാറൊക്കെ ചാടി അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ ചാടി അത് മോശമാകില്ലേ? എൻ്റെ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മയുടെ വയറ്റിലുണ്ടായവരല്ലേ അവരെന്തിനാ ഇതുപോലെ ബഹുമാനിക്കുന്നത്? എൻ്റെ കുഞ്ഞി കയ്യെ പിടിച്ചിട്ട് എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ മാനെ, അവരെൻ്റെ അമ്മയുടെ വയറ്റിലുണ്ടായത് തന്നെയാണ്. പക്ഷേ എടി, അവർ നമ്മളെപ്പോലെ പാപികളല്ല മാനെ. അവർ ഈശോയുടെ ചങ്കിൻ്റെ ചൂട് എല്ലാ ദിവസവും അറിയുന്നവരാ, ഈശോയുടെ വീട്ടിൽ പാർക്കുന്നവരാ. അവരെ ബഹുമാനിക്കുന്നത് ദൈവത്തെ ബഹുമാനിക്കുന്നത് പോലെയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സുള്ള എനിക്ക് അന്നൊന്നും മനസ്സിലായില്ല. എങ്കിലും എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മ പറഞ്ഞ ആ വാക്കുകൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് വന്നു. എടി, അവരെല്ലാ ദിവസവും ഈശോയുടെ ചങ്കിൻ്റെ ചൂടറിഞ്ഞ് ഈശോയുടെ വീട്ടിൽ തന്നെ പാർക്കുന്നവരാണ്. അറിഞ്ഞോ അറിയാതെയോ അമ്മയുടെ ആ വാക്കുകളാകാം കാലാന്തരത്തിൽ ദൈവഭവനത്തിലേക്ക് കടന്നു വന്ന് ആ സ്നേഹം അനുഭവിക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചു.